യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെയും 14-ാമത്തെയും വാക്യമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാനായിട്ട് പോകുന്നത്. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും. മതി. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രവാചകനായ യെശയ്യാവ് ഒരു ജനതയെ നോക്കി പ്രവചിക്കുന്ന പ്രവാചക വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്രവാചക കണ്ണുകളിലൂടെ ആ ജനത്തിൻ്റെ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ പ്രശ്നം എന്താണെന്ന് കേട്ടോ? അവർക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിയാതെ അവർ ദുഃഖിച്ചിരിക്കുകയാണ്. മനുഷ്യ മനസ്സുകളിൽ ദുഃഖം കയറിപ്പറ്റിയാൽ അകാരണമായ സങ്കടം, വിഷമം, ദുഃഖം കയറിപ്പറ്റിയാൽ അത് ഹൃദയത്തിൻ്റെ സന്തോഷത്തെ കെടുത്തും. ഹൃദയത്തിൻ്റെ സന്തോഷം കെട്ടാൽ അത് അസ്ഥിയുടെ ബലത്തെ ക്ഷയിപ്പിക്കും. അസ്ഥിയുടെ ബലം ക്ഷയിച്ചാൽ അത് നിന്റെ ആരോഗ്യത്തെ ബാധിക്കും. ഈ മൂന്നിനുമുള്ള ട്രീറ്റ്മെൻ്റാണ് ഹോളി സ്പിരിറ്റ് ഈ വാക്യത്തിലൂടെ അമ്മ തരുവാൻ പോകുന്നത്. നിങ്ങൾ ആരോഗ്യത്തോടിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങളെ കൊണ്ടുള്ള ദൈവോദ്ദേശം നടക്കത്തുള്ളൂ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുവെച്ച് പറ, ആരോഗ്യത്തോടിരിക്കണമെന്ന് പറ. ഹല്ലേലൂയ. നിങ്ങൾ എങ്ങനെ ഇരിക്കണം? ആരോഗ്യത്തോടെ ഇരിക്കണം. 40 വയസ്സുള്ള ആളെ കണ്ട 86 വയസ്സുള്ള ആൾ കുനിയുന്ന പോലെ കുനിഞ്ഞ് നടക്കരുത്. നിങ്ങൾ ആരോഗ്യമുള്ളവരാകണം. രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. ഇതിൻ്റെ എല്ലാം മൂല കാരണം ഹൃദയത്തിൽ നിന്ന് മാറാത്ത ദുഃഖം നിങ്ങൾക്കുണ്ട്. കർത്താവ് പറയാ, ആ ദുഃഖത്തെ ഞാൻ ട്രീറ്റ് ചെയ്യാൻ പോവാ. എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് കേട്ടോണം. അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം, ആരാണ് ആശ്വാസം പ്രാപിക്കേണ്ടത്? ദുഃഖത്താലും സങ്കടത്താലും തകർക്കപ്പെടുന്നവർ വേണം ആശ്വാസം പ്രാപിക്കാൻ. ശ്രദ്ധിച്ച് കേൾക്കണം. പിശാചിന് നീ യോഗത്തിന് വന്നതിലൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. ഇഷ്ടം പോലെ ദുഃഖം കൊണ്ട് നിന്റെ മനസ്സിനെ കുത്തി നിറച്ചേച്ച് നിന്നെ യോഗത്തിൽ കൊണ്ടിരുത്തി കരയിപ്പിച്ചേച്ച് വിടണമെന്നാ പിശാച് ആഗ്രഹിക്കുന്നത്. പക്ഷെ നീ എടുക്കേണ്ട തീരുമാനമുണ്ട്. സകല ദുഃഖത്തിനും പരിഹാരം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം.